ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതായത് എല്ലാവരുടെയും ഉള്ള ഒരു പരാതിയാണ്, എപ്പോഴും എനിക്ക് ദുഃഖമാണ്, ഞാൻ എത്രയോ വ്രതങ്ങൾ എടുക്കുന്നു, ഏകാദശി എത്ര കാലമായി എടുക്കുന്നു, എത്രയോ അമ്പലങ്ങളിൽ ഞാൻ പോയി പ്രാർത്ഥിക്കുന്നു, നിരന്തരം ഭഗവാന്റെ കഥകൾ കേൾക്കുന്നു, എന്തൊക്കെ വഴിപാടുകൾ ചെയ്യുന്നു, എൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നില്ല. എന്നാൽ പണമുള്ളവൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നു, അവൻ്റെ വഴിപാടുകൾക്ക് കൂടുതൽ ഫലം ലഭിക്കുന്നു. ഞാനൊരു പാവപ്പെട്ടവളായതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ ധാരാളമായി ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാശുള്ളവന് കൂടുതൽ ഐശ്വര്യം ഭഗവാൻ കൂടുതൽ കൊടുക്കുന്നു. ഞാൻ ജനിച്ചപ്പോൾ മുതൽ എന്നും ദുഃഖമാണ്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ, നേരത്തെ വിചാരിച്ചു പോയാൽ ആ കാര്യം എനിക്ക് ഒരിക്കലും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്ന് അത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ പോകും. ഞാനൊരു പാവപ്പെട്ടവളായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്നാൽ പൈസയുള്ളവർക്ക് അവരെന്ത് വിചാരിച്ചാലും അവർക്ക് പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. കാരണം അവർക്ക് പണമുണ്ടല്ലോ. എനിക്കിതിനൊന്നും സാധിക്കുന്നില്ല. ഇങ്ങനെ ധാരാളം പരാതികളാണ് നമുക്കെല്ലാവർക്കും നിരന്തരമുള്ളത്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? ശരിയാണ്, നിങ്ങളെല്ലാവരും പറയുന്ന ഈ സംശയം എനിക്കും ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചിന്തിക്കുന്നു, നമ്മളിപ്പോൾ ഒരു മാസത്തിന് ശേഷം നമുക്കൊരിടത്ത് പോകണമെന്ന് ചിന്തിക്കുന്നു, നടക്കില്ല. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോകും. അതുപോലെ എത്ര പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നേടില്ല. പക്ഷേ നല്ല സമ്പത്തുള്ളവരും അതുപോലെ ആൾബലങ്ങളുള്ളവർക്കുമൊക്കെ എന്നും നമ്മൾ കാണുമ്പോൾ അവർക്ക് കൂടുതൽ ഐശ്വര്യങ്ങൾ ഭഗവാൻ കൊടുക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതൊക്കെ എനിക്കും തോന്നിയിട്ടുള്ളതാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. അതിനു മുമ്പായിട്ട് നമുക്ക് രാമായണത്തിലെ ഒരു ഭാഗം നോക്കാം. ശ്രീരാമചന്ദ്രൻ രാജാവാകാൻ പോവുകയാണ്. അമ്മമാരുടെ പരിലാളനയേറ്റ് അത്യന്തം സന്തോഷത്തോടു കൂടിയും അച്ഛൻ്റെ ആശീർവാദത്തോടു കൂടിയും മന്ത്രിമാരുടെയും പൗരജനങ്ങളുടെയുമെല്ലാം അതീവമായ സ്നേഹവാത്സല്യങ്ങളോടു കൂടിയുമൊക്കെയാണ് ശ്രീരാമചന്ദ്രൻ ജീവിച്ചു വന്നത്. സീതാദേവിയെ വിവാഹം കഴിക്കുന്നു. ശ്രീരാമചന്ദ്രൻ എന്തു പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറായി അനുജന്മാരും. അത്ര മഹാഭാഗ്യത്തിലൂടെയാണ് ഭഗവാന്റെ ബാല്യം കടന്നുപോയത്. അങ്ങനെ ശ്രീരാമചന്ദ്രനെ രാജാവായി വാഴിക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അടുത്ത ദിവസങ്ങളിൽ തന്നെ രാജ്യഭാരം ഏൽക്കും. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹത്തിൽ കൂടിയാണ് എല്ലാവരും കടന്നു പോകുന്നത്. പെട്ടെന്നാണ് ഈ കാര്യങ്ങളൊക്കെ തകിടം മറിയുന്നത്. എല്ലാം തകിടം മറിഞ്ഞു. രാജ്യഭാരം കിട്ടിയില്ല എന്ന് മാത്രമല്ല, രാജ്യവും അമ്മയെയും അച്ഛനെയും ജനങ്ങളെയും എല്ലാം ഉപേക്ഷിച്ചിട്ട്, സർവസമ്പത്തുകളും ഉപേക്ഷിച്ചിട്ട് കാട്ടിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് ശ്രീരാമചന്ദ്രന് ഒന്ന് ഉറങ്ങി വെളുത്തപ്പോഴേക്കും എന്ന് നമ്മൾ പറയും, അത്രയും സമയമേ എടുത്തുള്ളൂ. തൻ്റെ കയ്യിലുണ്ടായിരുന്ന അല്ലെങ്കിൽ തന്നിലേക്ക് വന്നു ചേരാവുന്ന മുഴുവൻ ഐശ്വര്യങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം കാട്ടിലേക്ക് പോകുന്നു, വനവാസത്തിന് പോകുന്നു. സീതാദേവിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. വളരെ ചെറിയ കുട്ടിയാണ്. യാതൊരു ദുഃഖവും അറിയിക്കാതെയാണ് അച്ഛൻ വളർത്തിയത്. യുവരാജാവിൻ്റെ പത്നിയായിട്ടാണ് വിവാഹം കഴിച്ചു വന്നത്. ഇങ്ങനെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്ന സീതാദേവിക്ക് കണ്ണടച്ചു തുറക്കുന്ന വേഗതയിലാണ് എല്ലാം നഷ്ടപ്പെട്ടത്. അനുജനായ ലക്ഷ്മണനും അവരെ അനുഗമിക്കാൻ തയ്യാറായി അവരുടെ കൂടെ വരുന്നു.
അനുജനും വിവാഹം കഴിച്ചിട്ട് അധിക കാലമായില്ല. ലക്ഷ്മണനും തൻ്റെ പത്നിയെ പിരിഞ്ഞാണ് ജ്യേഷ്ഠൻ്റെ കൂടെ പോകുന്നത്. ആ സമയത്ത് ലക്ഷ്മണൻ്റെ പത്നിക്കുണ്ടായ വിഷമം എത്രത്തോളം ഉണ്ടാകാം. അങ്ങനെ എല്ലാ സമ്പത്തുകളും എല്ലാ ഐശ്വര്യങ്ങളും ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ട് അവർ വനവാസത്തിന് പോകുന്നു. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? ജനങ്ങളുടെ പ്രതീക്ഷയായിരുന്നു അവർക്ക് നല്ലൊരു ഭരണാധികാരിയെ ലഭിക്കുമെന്നുള്ളത്. അവരുടെ പ്രതീക്ഷയും അവിടെ നഷ്ടപ്പെട്ടു. മന്ത്രിയായ സുമന്ത്രർ പറയുന്നുണ്ട്, ഞാനും അങ്ങയുടെ കൂടെ വരികയാണ്. ആ സമയത്ത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട്, തിരിച്ചു പോവുക, അച്ഛൻ മാത്രമേ ഉള്ളൂ, അച്ഛൻ ദുഃഖിതനാണ്, ഞാനും കൂടെ അവിടെ ഇല്ലാത്ത സമയത്ത് അച്ഛനെ ആശ്വസിപ്പിക്കേണ്ടത് സുമന്ത്രരാണ്, അതുകൊണ്ട് തിരിച്ചു പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് തിരിച്ചുവിടുന്നു. അതിനുശേഷമാണ് ഗുഹൻ എന്ന കടത്തുകാരനെ കാണുന്നത്. ഗുഹൻ ആരാണ്? ഒരു കാട്ടാളനാണ്. ഗുഹൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരുപാട് രഹസ്യങ്ങൾ നിറഞ്ഞവൻ എന്നാണ്. ഗുഹനെ ഈശ്വരൻ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലോകത്ത് ഭഗവാൻ ശ്രീഹരി വിഷ്ണു മനുഷ്യരൂപത്തിൽ ശ്രീരാമചന്ദ്രനായി അവതരിക്കുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുഹനെ ദൈവം സൃഷ്ടിച്ചത്. അത് ഗുഹൻ്റെ നിയോഗമാണ്. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് യുഗങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഗുഹൻ്റെ പേര് നമ്മളെല്ലാവരും ഓർക്കുന്നത്. ഗുഹൻ്റെ ജന്മരഹസ്യം തന്നെ അതായിരുന്നു, ഭഗവാൻ ശ്രീരാമചന്ദ്രനെ സഹായിക്കുക. അതിനുശേഷം ശ്രീരാമചന്ദ്രനും സീതാദേവിയും ആ ദുഃഖിച്ച അവസ്ഥയിൽ, അതായത് എല്ലാം നഷ്ടപ്പെട്ട് ദുഃഖങ്ങൾ ഒരുപാടുള്ള ആ അവസ്ഥയിൽ, അതിനുശേഷമാണ് പിതാവ് മരിക്കുന്നതറിയുന്നത്. അച്ഛനെ ഒരു നോക്ക് കാണുവാൻ പോലും ശ്രീരാമചന്ദ്രന് സാധിച്ചില്ല. കാട്ടിലിരുന്നു കൊണ്ടാണ് അച്ഛൻ്റെ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ആ ദുഃഖാവസ്ഥയിൽ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും എന്തു ചെയ്തു? അവർ കാട്ടിലൂടെ സഞ്ചരിക്കുക മാത്രമല്ല ചെയ്തത്, ഓരോ ആശ്രമങ്ങളിലും അവരെത്തുകയും ആ മുനിമാരുടെ കൂടെ സമയം ചിലവഴിക്കുകയും അവിടെ നിന്നും ഒരുപാട് പാഠങ്ങൾ അവർ പഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദുഃഖ കാലഘട്ടത്തിൽ അവർ പഠനത്തിനായി അവരുടെ സമയം ഉപയോഗിക്കുന്നു. പിന്നീട് എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ള ആ ജ്ഞാനം അവർ കൈക്കലാക്കുന്നു. അതിനുശേഷം നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. യുദ്ധം നടക്കുന്നു സീതാദേവിയെ വീണ്ടെടുക്കുന്നതിനായിട്ട്. ആ സമയത്ത് നമ്മൾ രാമായണം ആ ഒരു മാസം കൃത്യമായി കേട്ടവർക്ക് എല്ലാവർക്കും അറിയാം, യുദ്ധത്തിൽ രാവണനെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വധിക്കുകയാണ്. ആ സമയത്ത് ശ്രീരാമചന്ദ്രനെ സഹായിക്കാനായി ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അത്രയും ആളുകളുടെ സഹായത്താലാണ് ഭഗവാൻ രാവണനെ വധിക്കുന്നത്. വധിച്ചതിനു ശേഷം രാവണൻ ആ യുദ്ധഭൂമിയിൽ വീണ് കിടക്കുമ്പോൾ ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട്, പോയി രാവണനോട് ചോദിക്കുക എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്ന്. രാവണനാണ് രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയെന്ന് ഉപദേശിച്ചു കൊടുക്കുന്നത്. കാരണം ശ്രീരാമചന്ദ്രന് രാജ്യം ഭരിക്കാൻ അറിയില്ല എന്ന് കാണിക്കുകയാണ് അവിടെ. കാരണം അദ്ദേഹം പരമാത്മാവാണ്, അദ്ദേഹത്തിന് എല്ലാം അറിയാം. എങ്കിലും ഒരു മനുഷ്യനായി പിറന്നിരിക്കുന്നത് കൊണ്ട് മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും എല്ലാ സ്വഭാവങ്ങളും അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനായി അച്ഛനില്ല, ആരുമില്ലാത്ത അവസ്ഥയാണ്. ഇനി തിരിച്ച് രാജ്യത്തിലേക്ക് ചെല്ലുമ്പോൾ പണ്ടായിരുന്നെങ്കിൽ അച്ഛനുണ്ടായിരുന്നു, അച്ഛൻ നേർവഴി കാണിച്ചു കൊടുത്തേനെ. ഇപ്പോൾ ആരുമില്ല. അതും ലക്ഷ്മണനോട് പറയുന്നുണ്ട്, നമ്മളൊന്നും അറിഞ്ഞില്ല, നമുക്കൊന്നും അറിയില്ല, എങ്ങനെ രാജ്യം ഭരിക്കണമെന്ന് നമുക്കറിയില്ല, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപദേശിച്ചു തരാൻ ഇന്ന് നമ്മുടെ പിതാവില്ല, അതുകൊണ്ട് രാവണനോട് പോയി ചോദിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാവണനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം എത്ര വലിയ സമ്പത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന ശ്രീരാമചന്ദ്രനാണ് ഒറ്റ നിമിഷം കൊണ്ട് ദുഃഖത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണത്. ആ ദുഃഖിച്ചിരുന്ന സമയത്ത് അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്? അദ്ദേഹം മനുഷ്യനായി അവതരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരികയാണ്.
എന്തുകൊണ്ടാണ് സമ്പത്തുള്ളവരെ ഭഗവാൻ കൂടുതൽ സ്നേഹിക്കുന്നതായി നമുക്ക് തോന്നുന്നത്? നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ദുഃഖം ഭഗവാൻ തരുന്നത്? എത്ര പ്രാർത്ഥിച്ചിട്ടും ഫലം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? അടിക്കടി ദുരിതങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? കർമ്മഫലമാണ്. നമ്മൾ ഇന്ന് ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ മുൻ ജന്മങ്ങളിലോ നമ്മൾ ചെയ്ത ദോഷങ്ങളുടെ ഫലമായിട്ടാണ്. ഇന്ന് ഈ സമൂഹത്തിൽ ഒരാൾ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ അയാൾ മുൻ ജന്മങ്ങളിൽ ചെയ്ത പുണ്യങ്ങളുടെ ഫലമായിട്ടാണ്. നമ്മളിന്ന് ദുഃഖിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുൻ ജന്മങ്ങളിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ്. ഇന്ന് ആ ആൾ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി ജീവിക്കുമ്പോൾ അയാൾ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ജന്മത്തിൽ തന്നെയോ അതല്ലെങ്കിൽ അടുത്ത ജന്മങ്ങളിലോ അതിൻ്റെ ഫലം അയാൾ അനുഭവിക്കുക തന്നെ ചെയ്യും. നമുക്ക് ലഭിക്കുന്ന ഈ ദുരിതങ്ങൾക്ക് കാരണം നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ ഫലമാണ് എന്ന് മനസ്സിലാക്കുക, അതോർത്ത് സമാധാനിക്കുക. ഇന്ന് നമ്മൾ ഈ ദുഃഖത്തിലിരിക്കുമ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നമുക്ക് കാണിച്ചു തന്നതുപോലെ സജ്ജനങ്ങളുമായി കൂട്ടുകൂടുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഫലം ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും പ്രാർത്ഥനകൾ തുടരുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആ ജന്മത്തിലെങ്കിലും സമാധാനമായൊരു ജീവിതം നമുക്ക് ലഭിക്കണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. കർമ്മഫലമാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്. ദുഃഖം വരുമ്പോൾ ശ്രീരാമചന്ദ്രനെ ഓർക്കുക, ദുഃഖത്തിൽ ഭഗവാൻ എന്തൊക്കെ ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കുക, അതേപോലെ പ്രാർത്ഥനയിൽ മുമ്പോട്ട് പോവുക. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ദുഃഖം കൊടുക്കുന്നവൻ ദുഃഖത്താൽ തന്നെ മരണപ്പെടുമെന്ന്. അതുകൊണ്ട് കർമ്മഫലത്തിൽ വിശ്വസിക്കുക. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ കർമ്മഫലങ്ങളാണ്, നമ്മളോ നമ്മുടെ പൂർവികരോ ചെയ്ത കർമ്മഫലം. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മൾ തെറ്റു ചെയ്താൽ ഒരുപക്ഷെ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് നമ്മുടെ സന്തതി പരമ്പരകളായിരിക്കും എന്ന് ചിന്തിച്ച് പരമാവധി തെറ്റുകൾ കുറച്ച് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഈ ജന്മത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ദുഃഖങ്ങളെല്ലാം ഈശ്വരൻ നമ്മുടെ കർമ്മഫലങ്ങൾക്ക് ഉള്ള പ്രതിഫലമായി തന്നതാണ് എന്ന് വിശ്വസിക്കുക. അങ്ങനെ ഉറച്ചു വിശ്വസിച്ചാൽ അമിതമായ ദുഃഖത്തിൽ നിന്നും നമുക്ക് കരകയറാനായിട്ട് സാധിക്കും. ഇനിയും നമുക്ക് ജന്മങ്ങളുണ്ട്. അതല്ലെങ്കിൽ ഭഗവാനിൽ അഭയം പ്രാപിക്കണമെങ്കിൽ, മോക്ഷത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഭഗവാന്റെ പ്രാർത്ഥന മുടക്കാതിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, കഥകൾ കേൾക്കുക, വ്രതങ്ങൾ നിഷ്ഠയോടുകൂടി എടുക്കുക, തെറ്റുകൾ പരമാവധി കുറയ്ക്കുക, മനസ്സിനെ പറഞ്ഞ് സമാധാനപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് വേണ്ടി നിരന്തരം രാമായണത്തിലെ കഥകളൊക്കെ കേൾക്കുക. ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും അനുജൻ ലക്ഷ്മണനെയും സീതാദേവിയെയുമൊക്കെ ഓർക്കുക. അങ്ങനെ ഓർക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ എത്ര ചെറുതാണ് എന്ന് നമുക്ക് തോന്നും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നാമം ജപിക്കുക, സമാധാനത്തോടു കൂടി ഇരിക്കുക, ക്ഷമയോടുകൂടി ഇരുന്ന് നാമം ജപിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.